Welcome to Garam Masala, the magic spices of cooking. Vanpayar Curry. ഇനി നമുക്ക് വൻപയർ കറി റെഡിയാക്കി എടുക്കാം. റൈസിന്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിന്റെയും ഇടിയപ്പത്തിന്റെയും കൂടെ എല്ലാം സെർവ് ചെയ്യാവുന്ന നല്ലൊരു കറിയാണിത്. അധികം സ്പൈസി ഒന്നുമല്ലാതെ തേങ്ങ ചേർത്തുണ്ടാക്കിയ കറിയാണിത്. ഈസിയായി റെഡിയാക്കി എടുക്കാവുന്നതാണിത്. ഈ കറി എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ 1 കപ്പ് വൻപയറാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകിയതിനു ശേഷം നമുക്കിതിനെ സോക്ക് ചെയ്ത് വെക്കാം. ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കണം. മിനിമം 6 മണിക്കൂറെങ്കിലും ഇതിനെ സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം വേണം നമുക്ക് കറി റെഡിയാക്കി എടുക്കാൻ. ഞാനൊരു ഇലക്ട്രിക് കുക്കറിലാണ് ഈ വൻപയർ വേവിച്ചെടുക്കുന്നത്. സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പയറിനെ നമുക്ക് ഇലക്ട്രിക് കുക്കറിലോട്ട് മാറ്റാം. ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് വേണം ഇതിനെ വേവിച്ചെടുക്കാൻ. ഇലക്ട്രിക് കുക്കർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുക്കും ഇത് വെന്ത് വരാൻ. അതിന് പകരമായി നമുക്ക് പ്രഷർ കുക്കർ ഉപയോഗിക്കാം. 2-3 വിസിൽ മതിയാകും പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാൻ. ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള വൻപയറാണിത്. ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്ക് 10 വറ്റൽമുളക്, 10 ചെറിയ ഉള്ളി ഇവയെ ക്രഷ് ചെയ്തെടുക്കണം. ഓരോരുത്തർക്കും വേണ്ട എരിവിനനുസരിച്ച് വറ്റൽമുളകിന്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. ഇതിനുവേണ്ടി നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വറ്റൽമുളകിന്റെയും ചെറിയ ഉള്ളിയുടെയും മിക്സ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇതിന്റെ റോ സ്മെൽ ഒന്ന് പോകണം. ഇനി നമുക്കിതിനെ പാനിന്റെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർക്കാം. ഇതിനെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഈ പൗഡറിന്റെ കൂടെ റോ സ്മെൽ ഒന്ന് പോകട്ടെ. ഇനി ഇതിനെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഈ മിക്സിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള വൻപയർ ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. വെള്ളത്തോട് കൂടെ തന്നെ വേണം വൻപയർ ചേർക്കാൻ. ഈ കറിയിലോട്ട് ഞാൻ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. നമുക്കിനി ഇതിലോട്ട് തേങ്ങയുടെ അരപ്പ് ചേർക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് തേങ്ങ, 1 പച്ചമുളക്, 3 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇവയാണ് എടുക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്ത് നല്ല മയത്തിൽ നമുക്കിതിനെ അരച്ചു വെക്കണം. ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പിനെ നമുക്ക് പാനിലോട്ട് ചേർക്കാം. നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ലൂസ് ആകണമെങ്കിൽ ആവശ്യാനുസരണം വെള്ളമൊഴിച്ച് ലൂസാക്കി എടുക്കാം. ഞാൻ ഇതുപോലെ തന്നെയാണ് എടുക്കുന്നത്. നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തിളച്ചു വരട്ടെ. നമ്മുടെ വൻപയർ കറി തിളച്ചു വന്നിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ വൻപയർ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ നല്ല ചൂടോടുകൂടെ തന്നെ ചൂട് ചോറിന്റെ കൂടെ സെർവ് ചെയ്യാം. അതുപോലെ തന്നെ ചപ്പാത്തി, അപ്പം, ഇടിയപ്പം ഇവയുടെ കൂടെ എല്ലാം നമുക്ക് ഈ കറി സെർവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.